ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ക്വിക്ക് റിവ്യൂ ഓഫ് ടുഡേസ് മാർക്കറ്റ്. ഇന്നും മാർക്കറ്റ് ഒരു ബുള്ളിഷ് മോഡലിനാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി ഫോംസ് റോബസ്റ്റ് ബുള്ളിഷ് കാൻഡിൽ ഓൺ വീക്ക്ലി ചാർട്ട് വൈസ്. ഇന്ന് നിഫ്റ്റീനെ അപ്ലിഫ്റ്റ് ചെയ്ത പ്രധാന ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഗ്ലോബൽ ക്യൂസ് ആൻഡ് ബൈയിങ് ഇൻ PSU ബാങ്ക്സ്, ഫിനാൻഷ്യൽ സർവീസസ്, മെറ്റൽസ് ആൻഡ് ഫാർമ സ്റ്റോക്സ്. ശരിക്കും ഇവരെല്ലാവരും നിഫ്റ്റിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്തു. ബട്ട് വിചാരിച്ച പോലെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോ അല്ലെങ്കിൽ RBI പോളിസിയുടെ ഒരു അനൗൺസ്മെൻറ്റിന് ശേഷമോ അവിടെ ഒരു വലിയൊരു മൂവ്മെൻ്റ് ഒന്നും മാർക്കറ്റിൽ നിന്ന് കാണാൻ കഴിഞ്ഞില്ല. അതേസമയം RBI ഗവർണറുടെ ഭാഗത്തു നിന്ന് യാതൊരു ബാഡ് മൂവും ഉണ്ടായിട്ടില്ല. എന്നാൽ പോലും പറയത്തക്കൊരു നല്ലൊരു മൂവും ഉണ്ടായിട്ടില്ല. സോ ഒരു കൺസോൾട്ടേഷൻ മോഡാണ് ഇനി വരുന്ന കുറച്ച് സെഷൻസ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നത്. ആൻഡ് ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തത് 14,924 26 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 50,731 117 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 35,654 309 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. അതേസമയം നിഫ്റ്റിയുടെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 14,895 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് വന്ന് 14,952. നല്ലൊരു ഗ്യാപ്പ് അപ്പ് തന്നെയായിരുന്നു. ഡേ ഹൈ വെൻ്റ് അപ്പ് ടു 15,014. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിസ്റ്റോറിക്കൽ മൂവ്മെൻറ്റ് തന്നെയാണ് ഇനി വരാൻ കിടക്കുന്ന എല്ലാ ദിവസങ്ങളും ഓൾമോസ്റ്റ്. ഓക്കെ, ബിക്കോസ് ഹയർ ആൻഡ് ഹൈ ഓർ എന്താ പറയുക, ഓൾ ടൈം ഹൈ എന്നും ബ്രേക്കിംഗ്. ഇനി ബ്രേക്കിംഗ് അല്ല, ഇറ്റ്സ് ടച്ച് ചെയ്യുന്നതാണ് ഇനി മാർക്കറ്റിൽ കാണാൻ കഴിയുക. സോ 15,000 നമ്മളിന്ന് ടച്ച് ചെയ്തു, ബട്ട് കുഡിൻ സസ്റ്റെയിൻ. ആൻഡ് ഡേ ലോ വാസ് 14,864 28 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 14,924 നിന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുകയായിരുന്നു. അതേസമയം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ക്ലോസിംഗ് വാസ് 35,344. ഇന്നത്തെ ഓപ്പണിംഗ് വന്ന് 35,634. കുഴപ്പമില്ലാത്തൊരു ഗ്യാപ്പ് അപ്പ് തന്നെയായിരുന്നു. ഡേ ഹൈ വെൻ്റ് അപ്പ് ടു 36,615. ഇന്ന് വീണ്ടും അഗെയിൻ ഒരു 36,500 ക്രോസ് ചെയ്തു. ആൻഡ് ഡേ ലോ വാസ് 35,545. ആൻഡ് 309 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 35,654 ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്യായിരുന്നു. ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് നടത്തിയിട്ടുള്ള ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ SBIയുടെ ഭാഗത്തു നിന്ന് തന്നെയായിരുന്നു. സ്റ്റോക്ക് വെൻറ്റ് അപ്പ് ടു 15%. പിന്നെ അവിടെ നിന്നൊരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്ക് ഉണ്ടായതിന് ശേഷം കുറച്ച് അടിയിലേക്ക് വരികയായിരുന്നു. ആൻഡ് മെയിൻ സെറ്റപ്പ് കാണാൻ കഴിഞ്ഞത് കോട്ടക് മഹീന്ദ്രയിലും HDFCയിലും ബാങ്ക് ഓഫ് ബറോഡയിലും ഓഫ് കോഴ്സ് SBIയിലും. അതേസമയം കുറച്ച് ഡ്രാഗിങ് കാണാൻ കഴിഞ്ഞാൽ ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ബന്ധൻ ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്. അതേസമയം നിഫ്റ്റിനെ ഇന്ന് പുള്ളപ്പ് ചെയ്ത മെയിൻ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഗ്യാപ്പ് അപ്പിന് ശേഷം പിന്നെ അതിന് മാത്രമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. കാണാൻ കഴിഞ്ഞത് സസ്റ്റെയിൻ ചെയ്യാനും പറ്റിയിട്ടില്ല. ഓക്കെ, സോ ഇന്നത്തെ സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് SBI, HDFC ബാങ്ക്, കോട്ടക് മഹീന്ദ്ര, ഡിവിസ് ലാബ്സ്, ITC. അതേസമയം ഡ്രാഗിച്ച സ്റ്റോക്സിൽ നോക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, TCS, ഭാരതി എയർടെൽ, ടാറ്റ മോട്ടോഴ്സ്, അങ്ങനെ ഒത്തിരി പോകുന്നു. ടെക്നിക്കൽ വ്യൂ അനുസരിച്ചിട്ട് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഷുഡ് ഹോൾഡ് അബവ് 14,860. ഓക്കെ, ആ ഒരു ലെവലിൽ മുകളിൽ ഇനി അത് ബ്രീച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ നല്ലൊരു സിവിയർ പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ കഴിയും. ആൻഡ് ഒരു മെയിൻ സോണായിട്ട് ഹഡിലായിട്ട് കാണുന്ന 15,000 തന്നെയാണ്. അത് അടുത്ത മൺഡേ ഒരു ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ട് സർപ്പാസ് ചെയ്ത് പോകുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് എ പ്രോബ്ലം. പോയാൽ തന്നെ ഒരു 15,200 ഉള്ളിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ കഴിയും. സോ ഓൾമോസ്റ്റ് നമുക്കൊരു സൈഡ് വേസ് ആയിട്ടുള്ള മാർക്കറ്റും പ്രതീക്ഷിക്കാം. ഇന്ന് എങ്ങനെയായിരുന്നു അതേ ടൈപ്പ് ഓഫ് ഒരു മാർക്കറ്റ്. ഓക്കെ, ആൻഡ് ഒരു ഇമ്മീഡിയറ്റ് ട്രേഡിംഗ് റേഞ്ച് കാണുന്നത് 14,500 to 15,200 തന്നെയാണ്. ഓപ്ഷൻ ഡാറ്റ പ്രകാരം നോക്കുകയാണെങ്കിൽ 14,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ആൻഡ് സെക്കൻഡ് ഹയസ്റ്റ് 13,500 നിൽക്കുന്നത് പുട്ടിൻ്റെ. അതേസമയം കോളിൻ്റെ ഓയി 15,000 സെക്കൻഡ് ഹയസ്റ്റ് 16,000 മീൻസ് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുട്ടിൻ്റെ റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ 14,800 സെക്കൻഡ് ഹയസ്റ്റ് 14,500 കോളിൻ്റെ റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ 15,000 സെക്കൻഡ് ഹയസ്റ്റ് 16,000 കുറച്ച് അൺവൈൻഡിങ് കാണാൻ കഴിയുന്നത് കോളിൻ്റെ 14,700 സ്ട്രൈക്കിലുമാണ്.
See, India VIX moved up 1.28% today, okay, which is 23.12 in 23.41 ലെവലിലേക്ക്. അതേസമയം ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു റാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1000-ൻ്റെ ഒരു റാലി ആയിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ശരിക്കും ആ ഗെയിൻസ് എല്ലാം ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് ബാങ്ക് നിഫ്റ്റി ത്രൂ ഔട്ട് ദ ഡേ RBI ഗവർണറുടെ ആ ഒരു അനൗൺസ്മെൻറ്റിന് ശേഷം മാറുകയായിരുന്നു. അവിടെ നോട്ടിട്ട് വലിയൊരു മൂവ്മെൻ്റ് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ആൻഡ് 309 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ടൊന്ന് 35,654 ക്ലോസ് ചെയ്യുകയായിരുന്നു. ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഷുഡ് ഹോൾഡ് അബൌവ് 35,000, അത് നിർബന്ധമാണ്. ആൻഡ് റെസിസ്റ്റൻസ് കാണിക്കുന്നത് 36ഉം 36,500. അതേസമയം സപ്പോർട്ട് 34,500ഉം സെക്കൻഡ് ഈസ് 34,250. ഇന്ന് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ കഴിഞ്ഞത് ടാറ്റ സ്റ്റീൽ, ഡിവിസ് ലാബ്, ജിൻഡാൽ സ്റ്റീൽ, പവർ, കൊട്ടക് മഹീന്ദ്ര, BHEL, അൾട്രാടെക് സിമെൻറ്റ്, ലൂപ്പിൻ, സിപ്ല, അങ്ങനെ ഒത്തിരി സ്റ്റോക്സുകളുണ്ട്. അതേസമയം വീക്ക്നെസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗെയിൻ ഉണ്ടായിരുന്നവരെല്ലാം ഇന്ന് പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു ഏരിയയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് സ്പെഷ്യലി വെള്ളിയാഴ്ചയും കൂടിയാണല്ലോ. സോ ഒബ്വിയസ്ലി അവിടെ അത് നടക്കാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. അത് നടന്നും ചെയ്തു. L&T, ടാറ്റ മോട്ടോഴ്സ്, RBL, ഭാരതി എയർടെൽ, ബാറ്റ ഇന്ത്യ, യുണൈറ്റഡ് ബ്രൂവറീസ്, ഗോദ്രേജ് കൺസ്യൂമർ, ഗെയിൽ, കോൾഗേറ്റ്, അങ്ങനെ ഒത്തിരി സ്റ്റോക്കുകളിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട്. ആൻഡ് FIs ആൻഡ് DIs ഡാറ്റ പരിശോധിക്കുമ്പോൾ ഇന്ന് FIസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ബൈങ് നടന്നിട്ടുള്ള 1,461 crores ബൈങ് ആണ്. അതേസമയം DIസിൻ്റെ ഭാഗത്തു നിന്നുള്ള സെൽ ഓഫ് 1,418 crores. മൈ ഡിയർ ട്രേഡേഴ്സ്, ഇന്നേക്ക് ഇത്ര മാത്രം. ഇതൊരു ക്വിക്ക് വീഡിയോ ആയിരുന്നു, ജസ്റ്റ് ഒരു റാപ്പപ്പ്. ഓക്കെ, ആൻഡ് മൺഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കീ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് ഫോർ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയും, അതേപോലെ കുറച്ച് നല്ല ഇൻട്രാഡേ പിക്സുമായിട്ട് ഐ വിൽ ബി ബാക്ക് on Sunday. Till then, bye from Supin. And don't forget to subscribe my channel. Hit the like button. Share it. Money എന്തായാലും അടിച്ചോളൂ. Ting ting. Happy weekend. Take care. Good night.